Hello guys and welcome back to my YouTube channel. Hello guys. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തിനെ പറ്റിയാണെന്ന് തംബ്നെയിൽ കണ്ടിട്ടും പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നതായിരിക്കും. ഇന്ന് എൻ്റെ ബ്രൈഡ് ടു ബി വ്ളോഗാണ് കേട്ടോ. ഇവർ എനിക്ക് സെറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഇതിൽ ചില വീഡിയോസ് ഞാൻ എടുത്തതുണ്ട്, ചില വീഡിയോസ് അവരെടുത്തതുണ്ട്. സോ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ബ്രൈഡ് ടു ബി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഹലോ ഗായ്സ്, ഞാനിന്ന് എൻ്റെ ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അവരെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പൊട്ടി, ബലൂണ് പൊട്ടി. അപ്പം അതിന് വേണ്ടി പോവാന്ന് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഗായ്സ്. നിങ്ങൾ എൻ്റെ ഒരു അവസ്ഥ നോക്കണം. എനിക്ക് ഈ സർപ്രൈസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കസിൻസ് എന്താക്കിയെന്ന് വെച്ചാൽ, ഞങ്ങൾ ചേച്ചിക്ക് ബ്രൈഡ് ടു ബി തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ചേച്ചിക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം, ചേച്ചി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് ഏടാ സ്ഥലം വേണ്ടതെന്ന് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് കാപ്പിൽ ബീച്ചാണ്, കാസർഗോഡ്. അപ്പോൾ വൈകുന്നേരം എല്ലാം ആകുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ നല്ല വെയിലായിരുന്നു. ഇപ്പം അറിയാമല്ലോ നാട്ടിലത്തെ ചൂടൊക്കെ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നേരെ കാപ്പൽ ബീച്ചിൽ പോയി. നമ്മൾ എത്തിയത് ഒരു അടിപൊളി ടൈമായിരുന്നു. സൺസെറ്റ് ആയിട്ടില്ല, ആവാനാകുന്ന സമയത്താണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ അടുത്ത് പറഞ്ഞു അവരവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി, പിന്നെ വണ്ടിയിൽ ഇരുന്നാൽ മതി, ഞങ്ങളാവുമ്പോൾ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ വണ്ടിയിൽ ഇരിക്കുവാണ്. ചിലപ്പോ ലൈറ്റ് ഓൺ ഉണ്ടാവും, രണ്ടോട്ടും പ്രസ് ചെയ്താൽ മതി, തീർന്നു, അത്രയും. ഓക്കെ നോക്കൂ, നോക്കൂ, മുറ്റത്തൊരു മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ചെരുപ്പിട്ടിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മറന്നുപോയി, പിന്നെ പൂടിയിലാന്ന് ചെരുപ്പ് നടക്കുന്നുണ്ട്. ഞാൻ എടുക്കാം, നീ എടുക്കണ്ട. ആര് തിന്നണ്ട, പൊന്നു കിട്ടുമസിട്ട് കൊതിയായിട്ടില്ലേ? കത്തി കൊടുത്തു ഉണ്ടായിരുന്നല്ലോ. ആ പെട്ടിയിലുണ്ട്, നോക്കിയടാ, പെട്ടി നോക്കിട്ടേക്ക് കിട്ടില്ല, വണ്ടി അത് കൊറേ സമയം ഫോട്ടോ ഉണക്കാൻ അങ്ങനെ ബഗ് വരും. അസ്തമിക്കുന്നത് ഉദിക്കുന്നില്ല.
കേക്ക് മുറിച്ചിട്ട് എന്തിമ തുപ്പുന്നതാ എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാൻ തോന്നിയിട്ടില്ല, ഇങ്ങനെ തന്നെ റോ വീഡിയോസ് ഇടാനാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, കേക്ക് കട്ടിങ്ങിന് മുന്നേ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ നോക്കാം കേട്ടോ ബാക്കി വീഡിയോസ്. അങ്ങനെ നമ്മൾക്ക് കത്തി എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു സാധനം മറക്കണമല്ലോ. അങ്ങനെ കത്തി ഇല്ലാതെ സ്പൂൺ കൊണ്ടാണ് നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ട് പിന്നെ ഫുൾ ഫോട്ടോ സെക്ഷനിലേക്ക് പോയി കേട്ടോ. എല്ലാവരും അപ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസും കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ നമ്മൾ കൊണ്ടുവന്ന സാധനമൊക്കെ ക്ലിയർ ആക്കുന്നതായിരുന്നു. അങ്ങനെ തന്നെ ബ്രൈറ്റ് ടു ബി അതിഗംഭീരമായി കഴിഞ്ഞിരിക്കുന്നു. സൂര്യനെല്ലാം പോയി, അസ്തമിച്ചു, ലൈറ്റെല്ലാം പോയി. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ വ്യൂ കണ്ടോ, ബാക്കിൽ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഹൽദിക്ക് വേണ്ട ജ്വല്ലറീസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ നേരെ കാസർഗോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.